ഹായ് കൂട്ടുകാരെ, E3 കിഡ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യയിലെ മഹാന്മാരായ നേതാക്കളുടെ സമാധി സ്ഥലങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ശാന്തിവനം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഞാനിപ്പോൾ രാജ്ഘട്ടിന് മുന്നിലാണ് ഉള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്ഘട്ടിലെ ഉദ്യാനം വളരെ ഭംഗിയായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഗാന്ധിജി അവസാനമായി പറഞ്ഞ ഹേ റാം എന്ന വാക്യം ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. രാജ്ഘട്ടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അടുത്തതായി നമ്മൾ പോകുന്നത് ചരൺ സിംഗിന്റെ ഓർമ്മ മന്ദിരമായ കിസാൻ ഘട്ടിലേക്കാണ്. ഇതാണ് കിസാൻ ഘട്ട്. ഇന്ത്യയിലെ കൃഷിക്കാർക്ക് വേണ്ടി അദ്ദേഹം അനേകം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഓർമ്മ മന്ദിരത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. വീർഭൂമി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. പാവങ്ങളുടെ കൂട്ടുകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഇവിടെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മ മന്ദിരമായ ശക്തി സ്ഥലാണ്. ഇതാണ് ശക്തി സ്ഥൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തയായ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അവർ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കുറേ അറിവുകൾ കിട്ടിയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും